ബഹ്റൈൻ ആതിഥ്യമരുളുന്ന മൂന്നാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിനായി ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ മാസം 31 വരെ രാജ്യത്ത് നടക്കുന്ന ഗെയിംസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ബുധനാഴ്ചയാണ് നടക്കുക. ഇന്ത്യയെ പ്രതിനിധീകരിച്ച 222 കായിക താരങ്ങൾ ഇത്തവണ ഗെയിംസിൽ പങ്കെടുക്കും. രാജ്യങ്ങൾ, 4300-ലധികം യുവ അത്ലറ്റുകൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യുവ കായിക താരങ്ങൾ മത്സരിക്കാനെത്തുന്ന ഏഷ്യൻ യൂത്ത് ഗെയിംസിനായി ബഹ്റൈൻ പൂർണ്ണ സജ്ജമായി. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിൽ നടക്കുന്ന കായികമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ബുധനാഴ്ച നടക്കാനിരിക്കെ അന്താരാഷ്ട്ര കായികമേളയ്ക്കായി വൻ തയ്യാറെടുപ്പുകളാണ് രാജ്യത്ത് നടന്നത്. ലോജിസ്റ്റിക്സ്, ടീം മാനേജ്മെന്റ്, രാജ്യാന്തര ഏകോപനം തുടങ്ങിയ എല്ലാ മുന്നൊരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. അത്ലറ്റിക്സ്, ബാസ്കറ്റ്ബോൾ, ബാഡ്മിന്റൺ, വോളിബോൾ, സൈക്ലിംഗ്, ഹാൻഡ്ബാൾ, തൈക്കോണ്ടോ, ഗുസ്തി തുടങ്ങി 26 ഇനങ്ങളിലായി 2000-ഓളം മെഡലുകൾക്കായി താരങ്ങൾ മാറ്റുരക്കും. പ്രധാന വേദിയായ ഈസ സ്പോർട്സ് സിറ്റിയിലാണ് അത്ലറ്റിക്സ്, വോളിബോൾ, ബാഡ്മിന്റൺ മത്സരങ്ങൾ നടക്കുക. വിവിധ മത്സര ഇനങ്ങൾക്ക് എക്സിബിഷൻ വേൾഡും വേദിയാകും. ഏഷ്യൻ യൂത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇൻഡോർ ഉദ്ഘാടന ചടങ്ങും ബുധനാഴ്ച എക്സിബിഷൻ വേൾഡിൽ നടക്കും. ബഹ്റൈൻ നാഷണൽ സ്റ്റേഡിയത്തിലാണ് ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങൾ. ഉദ്ഘാടന ചടങ്ങ് ബുധനാഴ്ചയാണെങ്കിലും ആൺകുട്ടികളുടെ ഹാൻഡ്ബോൾ, വോളിബോൾ, കബഡി തുടങ്ങിയ നിരവധി മത്സരങ്ങൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. ഗെയിംസിനായുള്ള തയ്യാറെടുപ്പുകൾക്ക് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നേതൃത്വം നൽകുന്നത്. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.